കളമശ്ശേരി പോളിടെക്നിക് കോളേജ് ഹോസ്റ്റലിൽ നിന്ന് കഞ്ചാവ് പിടികൂടിയ സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടരുന്നു. 7 തവണ ഹോസ്റ്റലിൽ കഞ്ചാവ് എത്തിച്ചതായി പ്രതികൾ സമ്മതിച്ചു. 6 മാസം മുൻപാണ് കഞ്ചാവ് ഇടപാട് തുടങ്ങിയതെന്നും ഹോസ്റ്റലിൽ ലഹരി ഇടപാടുകൾ ഏകോപിപ്പിച്ചിരുന്നത് അനുരാജ് ആണെന്നും പോലീസ് വ്യക്തമാക്കി. അനുരാജ് പലരിൽ നിന്നും പണം സമാഹരിച്ചിരുന്നു. ഹോസ്റ്റലിൽ ഹോളി ആഘോഷിക്കുന്നതിനായി കഞ്ചാവ് എത്തിക്കുന്നതിനായി ഓൺലൈൻ പണമിടപാടിലൂടെ 16,000 രൂപ സമാഹരിച്ചു. ഈ തുക പൂർവ്വ വിദ്യാർത്ഥികളായ ആഷിഖ്, ഷാലിഖ് എന്നിവർക്ക് അനുരാജ് കൈമാറിയെന്നും മൊഴി നൽകിയിട്ടുണ്ട്. ഓൺലൈൻ അല്ലാതെ നേരിട്ടും പണം നൽകിയവരുണ്ടെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. ഇവരുടെ മൊഴിയെടുക്കും. പ്രതികളുടെ മൊഴികളും ഇവരുടെ ഫോൺ ബാങ്ക് ഇടപാടുകളും പോലീസ് പരിശോധിച്ചു വരികയാണ്. ഇതിനുശേഷം പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങുമെന്ന് പോലീസ് വ്യക്തമാക്കി. ഹോളി ആഘോഷത്തിന്റെ ഭാഗമായി വൻതോതിൽ ലഹരി വസ്തുക്കൾ കോളേജ് ഹോസ്റ്റലിൽ എത്തിക്കുന്നുവെന്ന രഹസ്യ വിവരത്തെ തുടർന്ന് പോലീസ് നടത്തിയ പരിശോധനയിലാണ് 2 കിലോ കഞ്ചാവുമായി വിദ്യാർത്ഥികളായ ആകാശ്, ആദിത്യൻ, അഭിരാജ് എന്നിവർ പിടിയിലായത്. പിറ്റേന്ന് ഇവർക്ക് കഞ്ചാവ് എത്തിച്ച 2 പൂർവ്വ വിദ്യാർത്ഥികളും പിടിയിലായി. പിന്നീടാണ് കഞ്ചാവിനായി പണപ്പിരിവ് നടത്തിയ അനുരാജ് പിടിയിലായത്. അതേസമയം കളമശ്ശേരി പോളിടെക്നിക് കോളേജിൽ മാത്രമല്ല ലഹരി വിപണനം നടന്നതെന്നാണ് പോലീസ് നൽകുന്ന സൂചന. അതിനാൽ സമീപത്തെ മറ്റു കോളേജ് ഹോസ്റ്റലുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണവും പരിശോധനയും തുടങ്ങിയിട്ടുണ്ട്. UPI ഇടപാടായി പണം കൈമാറുന്നുവെന്ന മൊഴിയുള്ളതിനാൽ അനുരാജിന്റെയും അറസ്റ്റിലായ മറ്റുള്ളവരുടെയും ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പോലീസ് പരിശോധിക്കും. ഇതിൽ നിന്ന് ആരൊക്കെ പണം കൈമാറിയിട്ടുണ്ടെന്ന് വ്യക്തമാകുമെന്നാണ് പോലീസ് പറയുന്നത്. ബാങ്കിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് അറസ്റ്റിലായവരിൽ നിന്ന് കഞ്ചാവ് വാങ്ങിയവരെയും കണ്ടെത്തും. അവരിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിക്കും. നിലവിൽ 6 പ്രതികളാണ് അറസ്റ്റിലായത്. ഇവരെ ചോദ്യം ചെയ്തപ്പോൾ ലഭിച്ച വിവരം പോലീസിനെ ഞെട്ടിച്ചു. ആവശ്യപ്പെട്ടാൽ ഏതു സമയത്ത് വേണമെങ്കിലും ഹോസ്റ്റലിൽ കഞ്ചാവ് എത്തിക്കാൻ ഒരു സംഘം തയ്യാറായിരുന്നു. മാത്രമല്ല ലഹരി ഉപയോഗിക്കുന്നവരുടെ ഒരു ഗ്യാങ് കോളേജ് ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നുവെന്നും മൊഴി ലഭിച്ചു.